ഹലോ, വർക്കല ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ പ്രധാന ദിവസമായ ഡിസംബർ 31 രാത്രി കാഴ്ചകളും അതുപോലെ തന്നെ ന്യൂ ഇയർ ആഘോഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ എൻട്രൻസിലാണ് നിൽക്കുന്നത്. അവിടെ ഇതാ ഇതുപോലൊരു വലിയ ആർച്ച് കൊടുത്തിട്ട് ശിവഗിരി തീർത്ഥാടകർക്ക് സ്വാഗതം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം പോയത് ഒരു 7-7:30 ആ ഒരു ടൈമിലായിരുന്നേ. അപ്പോൾ തന്നെ അവിടെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നേ. ഇത് കയറിപ്പോകുന്ന ഒരു പാസേജാണ് കേട്ടോ. അപ്പോൾ ദാ പോകുന്ന വഴിക്കെല്ലാം രണ്ട് സൈഡുകളിലുമായിട്ട് ഒരുപാട് കടകളുണ്ട്. ഞാനിപ്പോൾ ഒരു സൈഡിലെ കടകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. കാരണം അപ്പുറത്തെ സൈഡിലൂടെ ശിവഗിരിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന ആളുകൾ വരുവാണ്. അപ്പം അതിൻ്റെ ഇടയിലൂടെ നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇതാ നമ്മൾ ചെല്ലുമ്പം തന്നെ ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ അങ്ങ് നമ്മൾ ശിവഗിരി എത്തുന്നത് വരെയും ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ചധികം ദൂരമുണ്ട് നടക്കാനെങ്കിലും ഈ കാഴ്ചകൾ കണ്ട് പോകുന്നതിനാൽ നമുക്ക് ബോറടിക്കത്തേയില്ല. അപ്പോൾ ദാ അവിടെയുള്ള കാഴ്ചകളാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. റോഡ് നീളെ ഇതുപോലുള്ള സാധനങ്ങളാണ്. ഇതുപോലുള്ള വിഗ്രഹങ്ങൾ, ഫ്ലവർ വൈസുകൾ, ചെരുപ്പൊക്കെ അഫോർഡബിൾ റേറ്റിന് 100 രൂപയ്ക്ക് 2 ചെരുപ്പ് വരെ വിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മളിവിടെ കണ്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ജ്യോതിർലിംഗ ദിവ്യദർശനം എന്ന് പറയുന്നൊരു സ്റ്റാൾ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ക്യാമറ അലൗഡഡ് അല്ലായിരുന്നു. അപ്പം നമ്മൾ പോകുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. ഇവിടെ കുലുക്കി സർബത്ത് ഉണ്ടാക്കുവാണ് അവർ. ഭയങ്കരമായിട്ട് ആ ഗ്ലാസ്സൊക്കെ അവരുടെ സ്കില്ലെല്ലാം പുറത്തെടുക്കുവാണ് അവർ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവർ കുറച്ചൊക്കെ കാണിച്ചു. അതിനുശേഷം ഇതുപോലെ ഒരുപാട് ടോയ്സ്, വഴിനീള ടോയ്സായിരുന്നു. ഇതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഈ ഒരു പമ്പരം എന്ന് പറയുന്നത് ഭയങ്കര നൊസ്റ്റാൾജി ആയിരുന്ന ഒന്നാണ്. പണ്ട് ഇത് എല്ലാ ഉത്സവപ്പറമ്പിലും ഭയങ്കരമായിട്ട് കണ്ടുവന്നിരുന്ന ഒന്നായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരുപാട് കടകളൊക്കെ വഴി നീളമുണ്ട്. അപ്പോൾ നമ്മളിതാ ഏകദേശം എത്തിക്കഴിഞ്ഞ് കാണുന്നതാണ് ശിവഗിരി കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അവിടെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് കണ്ടില്ലേ, എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയാമോ. ഈ ലൈറ്റിൻ്റെ ഇടയിലൂടെ മുകളിൽ അത് കാണുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഭംഗിയായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കണ്ടില്ലേ, ഒരുപാട് കളേഴ്സിൽ ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ അതൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് വന്നപ്പോൾ ഒരു ചേച്ചി നിന്നിട്ട് ഇതുപോലെ ബബിൾസ് നമ്മൾ നടന്നു പോകുമ്പോൾ ഇങ്ങനെ ആക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് അതൊക്കെ ഇങ്ങനെ കുത്തിപ്പൊട്ടിച്ച് പോവാം. ഇതൊക്കെ നമ്മൾ ശിവഗിരി എത്തുന്നതിന് മുന്നേ ഉള്ള റോഡിലെ 2 റോഡ് സൈഡിലുള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ശിവഗിരിയിലെ പകൽ കാഴ്ചകളെന്ന് പറഞ്ഞിട്ട്. അന്ന് ഇത്രയും സാധനങ്ങളൊന്നും റോഡ് സൈഡിലൊന്നും ഇല്ലായിരുന്നു. പക്ഷേ 30, 31, 1 ഇവിടുത്തെ പ്രധാന ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ 2 സൈഡിലും ഒരു സ്ഥലം പോലും ബാക്കിയില്ലാതെ ഇതുപോലെ കച്ചവടക്കാരായിരുന്നു. ഒരുപാട് രീതിയിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോയ്സുകളായാലും ഫ്ലവർ വൈസുകളായാലും ഒക്കെ ഉണ്ടായിരുന്നു. ഇതും പണ്ട് ഉണ്ടായിരുന്ന ഒരു കളിപ്പാട്ടമായിരുന്നു. ഇതിൽ എന്തോ എണ്ണ ഒഴിച്ച് തിരി കത്തിക്കുമ്പോഴത്തേക്കും ഈ ബോട്ടിങ്ങനെ പോവും. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വേറെ ഒരു സ്റ്റാളായിരുന്നു കേട്ടോ. ഇത് കാർഷിക വ്യാവസായിക പ്രദർശനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിനകത്ത് കയറി നോക്കിയപ്പോഴത്തേക്ക് വൈദ്യുതി ബോർഡിൻ്റെ ഇതുപോലുള്ള ഒരുപാട് പ്രദർശനങ്ങളും ഉപബോധവൽക്കരണ ക്ലാസ്സുകളും ഉണ്ടായിരുന്നേ. നമുക്ക് ഇലക്ട്രിക് ലൈനിൽ നിന്ന് എങ്ങനെയാണ് കറണ്ട് കിട്ടുന്നതെന്നും അതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ഷോക്ക് ഏൽക്കുന്നതെന്നും ഷോക്ക് ഏൽക്കാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതൽ എടുക്കണമെന്നും ഷോക്ക് ഏറ്റാൽ ഉടൻ തന്നെ എന്തൊക്കെ ചെയ്യണമെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഇതുപോലുള്ള ഒരുപാട് മോഡൽസുകളും അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു എല്ലാം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റാളിലേക്ക് വീണ്ടും നടക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണിത്. ബോഡി മസാജൊക്കെ ചെയ്യുന്ന യന്ത്രങ്ങളും ഇതൊക്കെ ചിരട്ട കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഇതൊരു വലിയ തേങ്ങയായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് പോകുമായിരുന്നേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് 90s മിഠായികളായിരുന്നു കേട്ടോ. ഇത് ഒരുപാട് നമുക്ക് സ്കൂൾ കാലത്തൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള, എല്ലാവർക്കും ഇത് കാണുമ്പോഴത്തേക്ക് തോന്നും നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്ന മിഠായികൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം വെറൈറ്റീസായിരുന്നു. ഇതുപോലെ ഇതൊക്കെ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മിഠായി അല്ലേ, പുളിമിഠായിയൊക്കെ. അതൊക്കെ ഒരുപാടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് പോകുമായിരുന്നു കേട്ടോ.
പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് ഇതുപോലുള്ള വിത്തുകളാണ്. ഈ വിത്തുകൾ നമ്മൾ ഏത് വിത്തെടുത്താലും 10 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെജിറ്റബിൾസിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലതായിരുന്നു. ഒരുപാട് വിവിധ ഇനം വിത്തുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ എല്ലാം 10 രൂപയേ ഉള്ളൂ. ഏതെടുത്താലും 10 രൂപ മാത്രമായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ ഇതുപോലെ മുതലയുടെ മുട്ട, പന്നിയുടെയും ആടിൻ്റെയും പട്ടിയുടെയൊക്കെ ഭ്രൂണങ്ങളും ഇതുപോലൊരു വലിയ തോക്കും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അതൊക്കെ കണ്ട് പോകുമായിരുന്നേ. പിന്നെ ഇവിടെ എത്തുമ്പോൾ കുറേ ഫിഷ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഇവിടെ ഇത്രയും ആളുകൾ വന്ന് നിന്നിട്ടും അവരെയൊന്നും ഒരു മൈൻഡും ചെയ്യാണ്ട് പുള്ളിക്കാരൻ നല്ല വിശപ്പാണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ടിരുന്ന് കഴിക്കുമായിരുന്നേ. പിന്നെ ഇതുപോലെ ഫിഞ്ചേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സാധനം ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു ഇത് എന്താണെന്ന്. അപ്പോൾ ചില ആളുകളൊക്കെ ഇതിനെ വന്ന് തൊടുമ്പോൾ ഇത് അനങ്ങുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇതിന് കണ്ണും മൂക്കും ഒന്നും കാണാനില്ല, ഇതുപോലൊരു ബോളായിട്ട് കിടക്കുമായിരുന്നു. പിന്നെയാണ് ഇത് മനസ്സിലായത് ഇതൊരു മുള്ളൻ പന്നിയുടെ കുഞ്ഞാണെന്ന്. നമുക്ക് വീട്ടിൽ പെറ്റ്സായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന മുള്ളൻ പന്നിയാണേ. അതിന് ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ 2-3 മുയലുകൾ ഇരുന്നിട്ട് അവർ ഭയങ്കരമായിട്ട് അവരുടെ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ പിന്നെ എല്ലാം കൃഷിയായിട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നേ. ഒരുപാട് വിളവെടുത്ത പലതരത്തിലുള്ള വാഴക്കുലകൾ, അതുപോലെ തന്നെ മരച്ചീനി, ചേന, ചേമ്പ്, അതുപോലെ തന്നെ ഒരുപാട് രീതിയിലുള്ള തേങ്ങകൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് കണ്ട് പോകാൻ കഴിയും. ഇതൊക്കെ ഒരു ഭയങ്കര വലിയൊരു മരച്ചീനിയായിരുന്നേ. അതൊക്കെ അവരിങ്ങനെ ഇവിടെ പ്രദർശനത്തിന് വച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള മുളകുകളുണ്ടായിരുന്നു. ഇതൊക്കെ പാൽക്കാന്താരി, ഈ മുന്തിരി മുളക്, അങ്ങനെയൊക്കെ ഒരുപാട് മുളക് ഐറ്റംസും ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ഒരു ചേട്ടൻ നിന്നിട്ട് ഹണി ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിങ്ങിൻ്റെ ഒരു യന്ത്രത്തെ പറ്റി പറയുമായിരുന്നേ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം കണ്ടു. അപ്പോൾ ഒരു ഹണി അവിടെ വിൽപ്പനയ്ക്കും വച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ ഇതുപോലുള്ള റൈഡുകളാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം കണ്ടു. നമ്മൾ ചെന്ന ടൈമിൽ ഈ റൈഡിൻ്റെ സ്പീഡ് ഭയങ്കര കുറവായിരുന്നു. നമ്മളവിടെ നിന്നതോടുകൂടി ഇതിൻ്റെ സ്പീഡ് ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങിയിട്ട് അതിലിരിക്കുന്ന കുഞ്ഞുങ്ങളും വലിയവരൊക്കെ ഇരുന്ന് ഭയങ്കര വിളിയായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടിട്ട് ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഇവിടെ കണ്ടത് കുറേ പൂക്കളായിരുന്നു കേട്ടോ. ഇതൊക്കെ ഭയങ്കര സൂപ്പറായിരുന്നു. നമ്മൾ ബൊക്കയിലൊക്കെ വെക്കുന്ന പോലത്തെ, ഊട്ടിയിലൊക്കെ നമ്മൾ കാണൂലേ, അതുപോലത്തെ ഒരുപാട് പൂക്കളും ചെടികളും ഉണ്ടായിരുന്നു. ഇതൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്നതാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കിത് മേടിക്കാം. അപ്പോൾ ഇതൊക്കെ നല്ലതായിരുന്നു. ബഡ് ചെയ്ത ചെമ്പരത്തിയൊക്കെ ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് പോകുമായിരുന്നേ. ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചെടികളുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ അത് വാങ്ങാനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതുപോലൊരു ചേച്ചി വന്നിട്ട് കുറേ ഇതുപോലുള്ള ബലൂൺസൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നേ. പിന്നെ ഇതുപോലുള്ള ചെണ്ടകൾ ഒരുപാടുണ്ടായിരുന്നു, ഒരുപാട് മോഡലുള്ളത്. പിന്നെ ഇത് കണ്ടോ, ഇതിനകത്ത് ഏതെടുത്താലും 100 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര ക്യൂട്ടായിരുന്നു. ഒരുപാടുണ്ടായിരുന്നു കേട്ടോ വെറൈറ്റീസ്. ഏതെടുത്താലും 100 രൂപ മാത്രം. അപ്പോൾ നമ്മൾ ഏകദേശം എത്താറൊക്കെ ആയിക്കഴിഞ്ഞു. അടുത്തടുത്ത് ചെല്ലുന്തോറും തിരക്ക് കൂടിക്കൊണ്ടേയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ടൈം പോകുന്നത് അറിയത്തേയില്ല. കാരണം 2 സൈഡിലും കടകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതൊക്കെ ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ സമയം പെട്ടെന്ന് അങ്ങ് പോവും. പിന്നെ ഇത് കണ്ടോ, ഇതെന്താണെന്നറിയോ, പണ്ടൊക്കെ ഓരോ സാധനങ്ങളൊക്കെ എറിഞ്ഞിടാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ഇതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് പോകുവാണേ. അപ്പോൾ പിന്നെ ഞാൻ കണ്ട മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. ആ കുഞ്ഞ് നിന്നിട്ട് അമ്മയ്ക്ക് ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. എനിക്കത് കണ്ടപ്പോൾ എൻ്റെ പൊന്നച്ചിനെ പോലെയൊക്കെ തോന്നി. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് പോകുവാണ്. അടുത്തെത്തുന്നതോറും തിരക്ക് കൂടിക്കൊണ്ടേയിരുന്നു. പിന്നെ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിങ്സുകളും മുഖംമൂടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതും നല്ലതായിരുന്നു കേട്ടോ. കുഞ്ഞു പട്ടിക്കുട്ടികൾ ഇങ്ങനെ ഇരുന്ന് തലയാട്ടിക്കൊണ്ടിരിക്കുമായിരുന്നേ. അപ്പോൾ നമ്മൾ ഏകദേശം അടുത്തെത്താറായി കഴിഞ്ഞു. ഇപ്പം നമ്മൾ നിൽക്കുന്നത് അവിടുത്തെ സ്റ്റേജിൻ്റെയൊക്കെ ഒരു സൈഡിലായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം അപ്പോൾ വെളിയിലേക്ക് നോക്കുമ്പോൾ ആളുകൾ പോകുകയും വരുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഏകദേശം 9 മണിയോടൊക്കെ ആയി. ഇതാണ് ഇവിടുത്തെ പ്രധാന സ്റ്റേജ് കേട്ടോ. ഇവിടെ വെച്ചാണ് പ്രധാന പരിപാടികളെല്ലാം നടത്തുന്നത്. ഇവിടെ
ഇവിടെയാണ് നവകേരളം പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ സാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം താഴെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞു. അവിടെയും ഇതുപോലെ ഒരുപാട് ആളുകൾ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ട് നടക്കണം. ഉത്സവപ്പറമ്പിൻ്റെ മാറ്റ് കൂട്ടാനായിട്ട് ഇതുപോലുള്ള ബലൂൺസ്, ഇതാണിപ്പോൾ ഉത്സവപ്പറമ്പിൻ്റെയൊക്കെ ഒരു ഭംഗി എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അതും കൊണ്ട് ഇങ്ങനെ നടക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് ഇങ്ങനെ പോകുമായിരുന്നേ. അപ്പം നമ്മൾ താഴെ എത്തിക്കഴിഞ്ഞു കേട്ടോ. ഇനിയാണ് നമ്മൾ ശിവഗിരിയിലേക്ക് കയറിപ്പോകാനുള്ള പാസേജൊക്കെ വരുന്നത്. അവിടെ ഒരുപാട് ഇതുപോലുള്ള കടകളുണ്ടായിരുന്നു. അവിടെയൊക്കെ സ്നാക്സ് കടകളും അതുപോലെ തന്നെ ഇവിടെ ഒരു പെറ്റ് ഷോ ഉണ്ടായിരുന്നേ. പെറ്റ് ഷോയുടെ അകത്ത് കാല് കുത്താൻ ഇടമില്ലായിരുന്നു, അത്രയ്ക്ക് തിരക്കായിരുന്നുകൊണ്ട് അതിനകത്ത് കയറാനോ ഷൂട്ട് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് ഗുരുദേവൻ്റെ പ്രതിമകളും ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരുപാട് ആളുകൾ തീർത്ഥാടനത്തിന് വന്നവർ റെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നവരായിരിക്കാം, അപ്പോൾ അവർ കാൽനട യാത്രയിലൊക്കെ വന്നവരും ഉണ്ടാവാം. അവരൊക്കെ ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യുമായിരുന്നു. ഈ മരത്തിൻ്റെ ചുവട്ടിലിരുന്നാണ് ഗാന്ധിജിയും ഗുരുദേവനും കൂടി സംഭാഷണം ചെയ്തിട്ടുള്ളതെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരു കാമാൻ്റെ കൊയ്റ്റാണ്. എന്തൊരു ഭംഗിയാണെന്ന് അറിയുമ്പോൾ രാത്രിയൊക്കെ ഇവിടെ ഇങ്ങനെ കാണാനായിട്ട്. നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ താഴെ ഉള്ള പോലെ ഒരു തിരക്കും കാര്യങ്ങളും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ശാന്തമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് എൻ്റെ മോൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഹായ് പറയുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ മുകളിലേക്ക് പോകുവാണേ. അപ്പം നമ്മൾ മഹാസമാധി മന്ദിരത്തിലേക്കുള്ള പടിക്കെട്ടുകളാണിത്. ഇനി താഴെയുള്ള കുറച്ച് കാഴ്ചകളും കൂടി കാണാമേ. താഴത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു നമ്മളിനി മഹാസമാധി മന്ദിരത്തിലേക്ക് പടിക്കെട്ടുകൾ വഴി കയറി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഗുരുദേവൻ്റെ ഒരുപാട് വചനങ്ങൾ ഈ മതിൽ ചുറ്റിൽ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വലിയ തിരക്കില്ലായിരുന്നു, എന്നാലും തീർത്ഥാടനത്തിന് വന്നവർ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലൊരു വണ്ടിയുണ്ട്. ഇപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ മുകളിലെത്തുവാൻ വേണ്ടിയിട്ട് ഈ വണ്ടിയിലും വരാൻ കഴിയും. ഒന്നിച്ച് അവിടെ നിന്ന് കളിക്കുവാണ് കേട്ടോ, അവിടെ വലിയ തിരക്കില്ലാത്തത് കൊണ്ട്. അപ്പോൾ നമ്മളിനി താഴേക്ക് പോവുകയാണ്. മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, ഭയങ്കര. അപ്പോൾ നമ്മൾ താഴെ എത്തിക്കഴിഞ്ഞു. നമ്മൾ താഴെ എത്തിയപ്പോഴത്തേക്ക് ഒരു തീർത്ഥാടകർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നേ. അവർ വരുവാണ്. കുട്ടികളും വലിയവരൊക്കെ ഈ പദയാത്രയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ അവിടെയുള്ള കുറച്ച് സ്റ്റോറുകളൊക്കെ സന്ദർശിക്കാനായിട്ട് പോകുമായിരുന്നേ. അപ്പോൾ ഈ പദയാത്ര പാസ് ചെയ്ത് പോയതിനു ശേഷം മാത്രമേ നമുക്ക് അപ്പുറത്ത് പോകാൻ കഴിയുള്ളൂ. അവർ വരുമ്പോൾ തന്നെ അവർ ഒരുപാട് ഗുരുവിൻ്റെ ഒരുപാട് വചനങ്ങളൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടാണ് നടക്കുന്നത് കേട്ടോ, ഈ കുഞ്ഞു മക്കളെല്ലാവരും.
നമ്മൾ അവിടുത്തെ കുറച്ച് കടകളിലൊക്കെ കയറി കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചേച്ചി കുറേ മയിൽപ്പീലികളായിട്ടൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. പാദസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു, നല്ല കളക്ഷൻസ് ആയിരുന്നു എല്ലാം. എല്ലാത്തിൻ്റെയും പ്രൈസ് വന്നിട്ടും ഭയങ്കര കുറവായിരുന്നു കേട്ടോ. പിന്നെ നമ്മളവിടെയുള്ള കുറച്ച് കടകളിലൊക്കെ കയറി ഇതുപോലുള്ള ഒരുപാട് ഷോപ്പുകളുണ്ടായിരുന്നു. 10 രൂപ 20 രൂപ കടകൾ, ടോയ്സുകൾ, പിന്നെ ലേഡീസിൻ്റെ ഐറ്റംസ്, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. ഇതൊക്കെ അവിടെ കണ്ടതാണ് കേട്ടോ. ഈ സ്റ്റാളുകൾക്കകത്ത് തന്നെ ഗെയിം ഷോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പാർട്ട് 1 ഗെയിം കളിച്ചതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാനിവിടെ കണ്ട ഒരു ബുദ്ധൻ്റെ പ്രതിമകളായിരുന്നു കേട്ടോ. എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ ഗണപതി വിഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ കൃഷ്ണൻ്റെ ആയിരുന്നു. അങ്ങനെ ഞാനത് എടുത്ത് നോക്കി. ഭയങ്കര ക്യൂട്ടായിരുന്നേ. അതുപോലെ തന്നെ നമുക്ക് ഈ മഞ്ചാടിയൊക്കെ ഇട്ട് വയ്ക്കുന്ന ഉരുളികളും ഉണ്ടായിരുന്നു കേട്ടോ. കാറിലൊക്കെ വെക്കാൻ പറ്റിയ ശിവൻ്റെ ചെറിയ ചെറിയ ക്യൂട്ട് പ്രതിമകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് റിങ്സ് കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. വെറൈറ്റീസ് ആയിരുന്നു. ഒരുപാട് സാധനങ്ങൾ ലേഡീസിന് പറ്റിയതാണെങ്കിലും ജെൻസിന് പറ്റിയതാണെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എവിടെ പോയാലും ഈ കൃഷ്ണനെ കണ്ടാൽ പെട്ടെന്ന് കണ്ണിലുടക്കും. പിന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറച്ച് മണികൾ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടിട്ട് തിരിച്ച് വരുമ്പോഴാണ് ഇവിടെ വേറൊരു ഗെയിം ഷോ കണ്ടത്. നമ്മൾ പാർട്ട് 1 പോകുമ്പോഴത്തേക്കും ഈ ഗെയിം ഷോ ഇല്ലായിരുന്നു. ഇപ്പോൾ ഇത് പുതിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 3 ബോൾസ് തരും. ആ 3 ബോൾസ് കൊണ്ട് നമ്മൾ ഈ 15 ഗ്ലാസ്സുകൾ തട്ടിയിടണം. 3 ചാൻസിൽ നമ്മൾ ഈ 15 ബോൾസും തട്ടിയിട്ട് കഴിഞ്ഞാൽ ഇവിടെ തൂക്കിയിട്ടേക്കുന്നതിൽ ഏത് ഗിഫ്റ്റ് വേണമെങ്കിലും നമുക്ക് സമ്മാനമായിട്ട് തിരഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ ഇറങ്ങി കേട്ടോ. ഇവിടെ കണ്ടൊരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ഗുരുദേവൻ പറഞ്ഞതുപോലെ ജാതി വേണ്ട, മതം വേണ്ട എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാവരും ഒരുപോലെ ഈ ശിവഗിരി ഫെസ്റ്റ് കാണാനൊക്കെ വരുന്നത് കാണുമ്പം ഭയങ്കര ഒരു സന്തോഷം തോന്നി. അതുപോലെ തന്നെ വന്നപ്പോൾ ഒരു മാമൻ ഇവിടെ നിന്നിട്ട് ഇറച്ചി കഷ്ണങ്ങളൊക്കെ വെട്ടും പോലെ ഹൽവ വെട്ടി കൂട്ടുമായിരുന്നേ. അങ്ങനെ നമ്മൾ കുറച്ച് പലഹാരങ്ങളൊക്കെ കണ്ടു ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പം നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് റോഡിൻ്റെ നമ്മൾ ആദ്യം കണ്ട സൈഡിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡിലുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. ഇവിടെയുള്ള കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പെയറായിട്ടുള്ള ഒരുപാട് വളകളുണ്ടായിരുന്നു. ഒരുപാട് കളറിൽ ഇത് വെച്ചിരിക്കുന്ന കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതുപോലെ ഇപ്പോൾ ഇവിടെ വന്ന ഒരു ഹൈലൈറ്റഡ് മാലയാണ് കേട്ടോ ഇത്. എല്ലാ ഷോപ്പിലും ഈ ഒരു മാല അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല വിലക്കുറവും ഒക്കെ ആയിരുന്നു. തിരിച്ചു പോരുന്ന വഴിയിൽ ഈ ഒരു ചേട്ടൻ ഇതുപോലെ കൃഷ്ണപ്രതിമയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഹെയറിൽ വെക്കുന്ന ഒരു ക്ലിപ്പാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നമുക്കിത് ഒറിജിനൽ ഫ്ലവറായിട്ട് തന്നെ തോന്നും. അപ്പോൾ അത് സൂപ്പറായിരുന്നു. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സിമ്പിൾ ലോക്കറ്റ് വരുന്ന സിമ്പിൾ ചെയിൻ മാലകൾ ഒരുപാടുണ്ടായിരുന്നേ. തളർന്നിരുന്നപ്പോൾ സഹായിച്ചവരെ ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത്. ചതിച്ചവരോടും തളർത്തിയവരോടും പ്രതികാരവും അരുത്. ഒന്നു മാത്രം മറക്കാതെ ഓർമ്മയിൽ സൂക്ഷിക്കുക. സഹായിക്കാനും ചതിക്കാനും രണ്ടാമതൊരവസരം ഒരിക്കലും ഉണ്ടാക്കി കൊടുക്കരുത്. ഗുരുദേവൻ്റെ ഈ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് ശിവഗിരി കാഴ്ചകൾ ഇവിടെ കഴിയുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.